ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലൊക്കെയുമായിരുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കേരളത്തിനായിട്ടാണ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന് 14 ജില്ലകളിൽ കഷ്ടം സഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഓർത്ത് പൊതുനട ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലായിടത്തും പ്രളയത്തിന്റെ പ്രതിസന്ധികളുണ്ട്. ദൈവജനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. ഇങ്ങനെയുണ്ട്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ കേരളത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ശക്തിയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ, ഈ പ്രകൃതി ദുരന്തം, പ്രളയം വളരെ നാശം വിതച്ചിരിക്കുകയാണ്. അനവധി ആളുകൾ സങ്കടത്തോടെ വിവിധ ക്യാമ്പുകളിലും ഭവനങ്ങളിലും ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തോടെ കഴിയുന്നവരുണ്ട്. നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു നല്ല ദിവസം കൂടെ കർത്താവ് ഈ ഭൂമി തന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തണമേ. കഴിഞ്ഞ ദിവസം കർത്താവ് 1-ാം തീയതി ആരംഭിച്ച മഴ കേരളത്തിലെ 14 ജില്ലകളിൽ ശക്തമായി കർത്താവ് ആ മഴ പെയ്ത് എല്ലാ മേഖലയും വെള്ളത്താൽ നിറയപ്പെട്ട് വലിയ പ്രളയം കർത്താവ് കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളും ഉണ്ടായി. കർത്താവ് ജനത്തിന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. കർത്താവ് വളരെ നാശനഷ്ടം വിതച്ച് ആ ജില്ലയിൽ 2 ജില്ലയിലെ ജനങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് പ്രളയത്തിന് കർത്താവ് മഴയ്ക്കൊരു മാറ്റം നൽകി ഒരു ആശ്വാസ സമാധാനം നൽകണമേ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ട ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കർത്താവ് ആറന്മുളയും കർത്താവ് പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കർത്താവ് റാന്നിയിലും അത്തിക്കയത്തും പെരുന്നാടും ഹല്ലേലൂയ കർത്താവ് അതുപോലെ പെരുന്തേരവി കരകവിഞ്ഞൊഴുകി അതിന്റെ പ്രയാസങ്ങളും ഹല്ലേലൂയ കോഴഞ്ചേരി മല്ലപ്പള്ളി എല്ലാം വളരെ വെള്ളപ്പൊക്കത്താൽ ഭാരപ്പെട്ട അനേക നാശനഷ്ടങ്ങൾ, അനവധി പ്രതിസന്ധികൾ പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ച അനവധി കൃഷികൾ നഷ്ടപ്പെട്ട് കർത്താവ് ഫാമിലേക്ക് അതുപോലെ കന്നുകാലികൾ, ആടുകൾ എല്ലാം നഷ്ടപ്പെട്ട് അനവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി അവരുടെ നന്മകളെല്ലാം തകർന്ന് നശിച്ച് കർത്താവ് വളരെ വേദനയോടെ സങ്കടത്തോടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട വിവിധ ക്യാമ്പുകളിൽ പത്തനംതിട്ടയിലെ വിവിധ ക്യാമ്പുകളിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് കരുണ തോന്നണമേ, അവിടുന്ന് മനസ്സറിയണമേ. പ്രാർത്ഥിക്കുന്നപ്പോൾ നഷ്ടമായതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല. എന്നാലും കർത്താവ് ജനത്തിന്റെ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി ഇടയും പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് വളരെ കണ്ണുനീരിന്റെ നിലവിലാണ്. ഉറ്റവരും ഉടയരും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ട് വീടുകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവ് വളരെ സങ്കടത്തോടെ കടന്നുപോകുന്ന അനുഭവങ്ങൾ ആ സ്ഥിതിക്കൊരു മാറ്റം നൽകി പത്തനംതിട്ട ജില്ലയിലെ കർത്താവ് ആ പ്രളയത്തെ പ്രളയത്തിൽ വിടുവിക്കണമേ, ഒരാശ്വാസം കൊടുക്കണമേ. മഴ നീങ്ങുവാൻ മാറുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദേശം കർത്താവ് പുറലോകവുമായി യാതൊരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അനവധി ഗ്രാമങ്ങളുണ്ട്. കർത്താവ് ദ്വീപുകളുണ്ട്. അവിടെയെല്ലാം കർത്താവിന്റെ കരം നീട്ടുവാൻ എത്രയും പെട്ടെന്ന് മഴയ്ക്കൊരു ആശ്വാസം നൽകി കർത്താവ് ആലപ്പുഴ ജില്ലയെ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മിനിച്ചിലാറും അതോടനുബന്ധമായി മറ്റ് കർത്താവ് നദികളൊക്കെ കരകവിഞ്ഞൊഴുകി പാലാട്ടം അടക്കം വളരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ, വളരെ വ്യാപാര സ്ഥാപനങ്ങൾ, കൃഷികളും ഭവനങ്ങളും ഒക്കെ വെള്ളത്തിലായി വലിയ നാശനഷ്ടം വിതച്ചു. അതുപോലെ കർത്താവ് ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങൾ, പുഞ്ഞാറ് പ്രദേശങ്ങളൊക്കെയും വളരെ വെള്ളക്കെട്ടുകൾ ഹല്ലേലൂയ അതിന്റെ തടിയിൽ കർത്താവ് ആ പ്രദേശങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോട്ടയം ജില്ലയിൽ അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കോട്ടയത്ത് കർത്താവ് മറ്റു പ്രദേശങ്ങളൊക്കെയുമായി വളരെ പ്രയാസത്തോടെ കടന്നുപോകുന്ന ജനങ്ങൾ ഹല്ലേലൂയ കർത്താവ് കോട്ടയം ജില്ലയുടെ കർത്താവ് കാഞ്ഞിരപ്പള്ളി, എരുമേലിയും അതുപോലെ മുണ്ടക്കയത്തും ഒക്കെ പല സ്ഥലത്തും ഉൾപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നേരിട്ട ഈ സാഹചര്യങ്ങളിൽ കർത്താവ് അവിടുത്തെ ജനത്തിനും ഒരാശ്വാസ സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇടുക്കിയിലേക്ക് വേണ്ടി മലയോര മേഖല പല സ്ഥലങ്ങളിൽ കർത്താവ് ഉൾപ്പെട്ടുള്ള നാശനഷ്ടങ്ങളും വെള്ളത്തിന് പ്രയാസങ്ങളുണ്ട്. കർത്താവ് താഴ്വരയിലൊക്കെ താമസിക്കുകയും മലകളിൽ താമസിക്കുകയും ഒക്കെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. സകലത്തിനും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ ഹല്ലേലൂയ ഇടുക്കി ജില്ലയിലെ ജനത്തോട് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മലയോര മേഖലയിൽ കർത്താവ് താമസിച്ച് ജനത്തിന് ആശ്വാസ സമാധാനം കൊടുക്കണം. വെള്ളത്താൽ മൂടപ്പെട്ട് കിടങ്ങളിലൊക്കെയും കർത്താവ് സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ മഴയ്ക്കൊരു ആശ്വാസം കൊടുക്കണമേ. ജനം കർത്താവ് ഭയത്തിനായി മാറാതെ കർത്താവ് ഭയത്തിന് ജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ ദൈവം സ്വാമി സംസാരിക്കണമേ, അവിടുത്തോട് ഇടപെടണമേ, അവിടുത്തെ ജനത്തെ ആശ്വസിപ്പിക്കണമേ. അവിടെ കടലിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവി അവർക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ജില്ല മുഴുവൻ കർത്താവി ആയിരിക്കുന്ന സകല ജനങ്ങളെയും പാടങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞ്, തോടുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ്, ഹല്ലേലൂയ, പുഴകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് കർത്താവി വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കഴിയാതെ അനുദിനം വെള്ളം വർദ്ധിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ കർത്താവി തൃശ്ശൂർ ജില്ലയോട് ദൈവപ്പെട്ടണമേ പ്രാർത്ഥിക്കുന്നു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പാലക്കാട് ജില്ലയിൽ കർത്താവി വലിയ വെള്ളത്തിന്റെ ദുരിതങ്ങൾ, എല്ലാ പാടങ്ങൾ വെള്ളം കയറി വളരെ കൃഷിനാശങ്ങളൊക്കെ സംഭവിച്ച കാലഘട്ടങ്ങളിൽ കർത്താവി പാലക്കാട് ജില്ലയോട് സംസാരിക്കണമേ പ്രാർത്ഥിക്കുന്നു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഉൾപ്പെടലോട് കർത്താവി തലവാട്ടിലേക്ക് ജനം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ പോലെ വലിയ നാശം വിതയ്ക്കാമായ ഉൾപ്പെടലൊക്കെ എന്നാൽ മലപ്പുറം ജില്ലയിൽ ദൈവത്തിന്റെ കരം കൂടിയിരിക്കുന്നതിനായി അവിടുത്തെ ജനത്തെ കർത്താവ് സൂക്ഷിക്കണമേ. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉൾപ്പെടെ സാധ്യത കൂടുതലുള്ള കോഴിക്കോട് ജില്ലയിൽ ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ അവിടുത്തെ ജനത്തിന് ആശ്വാസം കൊടുക്കണം. തീരദേശങ്ങളിൽ പാർക്കുന്നവരെല്ലാം ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയനാടിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ, വളരെ ജീവഹാനിയൊക്കെ സംഭവിച്ച ആ ജില്ലയുടെ പേരിൽ ദൈവത്തിന്റെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാസർഗോഡിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ജില്ലകളൊക്കെ ദൈവം സന്ദർശിക്കണമേ. താഴ്ന്ന പ്രദേശങ്ങൾ മലയോര മേഖല ഉൾപ്പെട്ട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ എവിടെയെല്ലാം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തിന്റെ ജീവന സ്വത്തും സംരക്ഷണം കൂടെ നൽകി ജനത്തെ മാനിക്കണമേ. ജനങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. തിരിച്ച് കർത്താവ് കേരളത്തിലാണ് കർത്താവ് മാഹിക്കണേ പ്രാർത്ഥിക്കുന്നു. മാഹി സെൻട്രൽ കർത്താവ് നദി ഒരു നദി, അതോടൊപ്പം കടലും കർത്താവ് തീരദേശ മേഖല വളരെ അപകട സാധ്യത കൂടുതലുള്ള മാഹിയിലും ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാൻ കേരളത്തിലെ 4 ജില്ലകളിൽ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും ഹല്ലേലൂയ കർത്താവ് അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിനകത്ത് കർത്താവ് സമാധാനത്തിന് അനുഭവം കൊടുക്കുവാൻ, കേരളത്തിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനം കടന്നുപോകുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. അതിൽ ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും കർത്താവ് വെള്ളവും അതുപോലെ തന്നെ കർത്താവ് ഇവർക്ക് വേണ്ടുന്ന മെഡിസിനും കർത്താവ് ഡോക്ടർമാരും നഴ്സുമാരുടെ സൗകര്യങ്ങളൊക്കെ ഒരുങ്ങുവാൻ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, കർത്താവ് കൃഷി നഷ്ടപ്പെട്ടവരുണ്ട്, ആടുമാട് കന്നുകാലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കർത്താവ് തിരിച്ചു ഭവനത്തിലേക്ക് ഏറ്റുവാൻ ഭവനമില്ലാത്തവര് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആശ്വാസമറ്റവരായി ആശയറ്റവരായി കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആര് സഹായിക്കും, ആര് ഹെൽപ്പ് ചെയ്യും? എവിടെ തലയായിക്കും, എവിടെ അന്തി ഉറങ്ങും അറിയാൻ കഴിയാതെ പലരും ഭാരപ്പെടുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജനത്തിന് ആശ്വാസം കൊടുക്കണമേ. മുൻകാലങ്ങളിൽ പലപ്പോഴും പ്രളയമുണ്ടായി, ഉൾപ്പെടലുണ്ട്, നാശനഷ്ടമുണ്ടായി, വീട് നഷ്ടപ്പെട്ടവർക്ക് ഇന്നും വീട് കർത്താവ് സർക്കാർ വാഗ്ദാനം ചെയ്തതിൽ കൊടുക്കാതെ അന്നത്തെ വീടുകൾ ഇന്നത്തെ 2015 വീടുകൾ ഇന്നും പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ, വയനാട് ദുരന്തത്തിൽ പലർക്കും ഇന്നും വീട് കിട്ടാതെ കിടക്കുമ്പോൾ, ഇപ്പോഴും ഈ 2026 ദുരന്തത്തിൽ അനവധി ആളുകൾ കർത്താവ് എല്ലാം നഷ്ടപ്പെട്ടവരെ മാറുമ്പോൾ കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് മനുഷ്യൻ കൈവിട്ടാലും, രാഷ്ട്രീയ കക്ഷികൾ കൈവിട്ടാലും, മതങ്ങൾ കൈവിട്ടാലും, എല്ലാ സംഘടനകളും കൈവിട്ടാലും, ജനം ഇവരെ മറന്നാലും കർത്താവ് അവിടുന്ന് സൃഷ്ടിച്ച അവിടുത്തെ കർത്താവ് ജനത്തിന്റെ വിഷയങ്ങളിൽ സ്വർഗം വിടപ്പെടണമേ. കർത്താവ് അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള എല്ലാ വഴികളും മുഖാന്തരങ്ങളും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ഷീരമേഖലകളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാപാരി വ്യവസായികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. എല്ലാ വെടിയുര കച്ചവടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ ഇവിടെ ട്രേഡിംഗ് പണിയെടുക്കുന്നവർ, 2 വീലും 3 വീലും 4 വീലൊക്കെ യാത്ര ചെയ്യുന്നവർ, ഹെവി വാഹനം ഓടിക്കുന്നവർ, ഹല്ലേലൂയ ഹെവിമാനത്ത് യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ കർത്താവ് സ്തോത്രം സ്തോത്രം. കർത്താവ് കൺസ്ട്രക്ഷൻ പണിയെടുക്കുന്നവർ, എല്ലാ മേഖലയും കർത്താവ് സ്തംഭിച്ചു കിടക്കും. മനുഷ്യൻ വളരെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നടുവില് കർത്താവ് അത്ഭുതം ചെയ്യണമേ. രോഗികളായി കിടക്കുന്നുണ്ട്, ഐശ്വര്യപ്പെട്ട് കിടക്കുന്നുണ്ട്, കർത്താവ് ഞമ്മന വൈകല്യമുള്ളവർ, സർജറി കഴിഞ്ഞ് കിടക്കും, സർജറിക്കായി വിധേയപ്പെട്ടവരും കർത്താവ് ഡെലിവറി കിടക്കുന്നുണ്ട്. കർത്താവ് വിവിധ കഷ്ടതയിലൂടെ ഞങ്ങളുടെ ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിലും ക്യാമ്പുകളിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് ആശ്വാസദായകനായി കർത്താവിന്റെ കരുനീട്ടുവാനും അവിടെ വിഷയങ്ങളെല്ലാം കർത്താവ് അവിടെ നിറഞ്ഞ് അവർക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുകയാണല്ലോ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ദൈവം സംസാരിക്കണമേ, അധികാരികളുടെ ദൈവം സംസാരിക്കണമേ. വെറും വാഗ്ദാനങ്ങൾ മാത്രം പേപ്പറിൽ ഒതുങ്ങാതെ, വാക്കുകൾ ഒതുങ്ങാതെ എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിപ്പാനുള്ള എല്ലാ വഴികളും കർത്താവ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ സഹായങ്ങൾ എത്തുവാൻ
ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ദുരന്തമേറി പ്രവർത്തിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദുരന്ത നിവാരണ സേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സൈസ് ഫോഴ്സുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഫയർഫോഴ്സുകൾക്കായി കോസ്റ്റൽ ഗാർഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിവിധ സന്നദ്ധ സംഘടന കർത്താവ് ജീവൻ പോലും നോക്കാതെ മറ്റു ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി അവർ കർത്താവ് വലിയ പ്രവർത്തിക്കുക. അവരെയൊക്കെ കരുതണമേ. കഴിഞ്ഞ ദിവസം സ്വന്തം ജീവൻ നോക്കാതെ മറ്റൊരാളെ ജീവൻ രക്ഷിക്കാൻ വെള്ളത്തിൽ ചാടി കർത്താവ് സൗകര്യം ഞങ്ങൾ ഓർക്കുന്നവർക്ക് ദുഃഖത്തിലായി സൗകര്യതയും ആ സൗകര്യ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. അനവധി ജീവൻ പൊരിഞ്ഞു പോയി കർത്താവ്, അനവധി ജീവൻ നഷ്ടപ്പെട്ടു. വളരെ കർത്താവ് ഈ ദുരന്തങ്ങൾ വളരെ നാശനഷ്ടങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിൽ ഉണ്ടായിരിക്കുമ്പോൾ കർത്താവ് ഇതുപോലെ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. മഴയ്ക്കൊരു ആശ്വാസം കൊടുക്കണമേ, മഴയ്ക്കൊരു വിടൽ കൊടുക്കണമേ. പ്രകൃതിയൊക്കെ അനുകൂലമായെങ്കിലും എല്ലാ സ്ഥലങ്ങളും വെള്ളം ഇറങ്ങാൻ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന എല്ലാ പുഴകളും നദികളും മാറുകളും തോടുകളും പാടങ്ങളും അരുവികളും കിണറുകളും കനാലുകളും ഓടകളും എല്ലാം കർത്താവ് സാധാരണയ്ക്ക് ഒരു പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളും അയക്കുന്ന എല്ലാ കർത്താവ് ഡാമുകളും ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ ഡാമും കരകവിഞ്ഞൊഴുകത്തക്ക നിലയിൽ എല്ലാ ഡാമുകളും തുറന്നു വിട്ടിരിക്കുന്ന കർത്താവിന്റെ പരിസരങ്ങൾ അയക്കുന്നവരെ എല്ലാം സൂക്ഷിക്കണമേ. കടലോരവാസികളെ നദി കർത്താവ് കായലിന്റെ പുഴയുടെ ആറിന്റെ പാടങ്ങളിലെ കർത്താവ് ഇതുപോലെ കിണറിന്റെയും കുളങ്ങളുടെയും അരുവികളുടെയും കർത്താവ് കുളം ഓടകളിലൊക്കെ സൈഡിൽ താമസിക്കുന്നുണ്ട്, തോടുകളിലൊക്കെ വാങ്ങി താമസിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നാശനഷ്ടങ്ങളൊക്കെ കർത്താവ് ഏറെയുണ്ടെങ്കിലും ജനത്തിന് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മഴ മുഖാന്തരം മറ്റ് വൈറസ് പനികളോ മഞ്ഞപ്പിത്തമോ കർത്താവ് തൈറോയിഡോ മറ്റ് പകർച്ചവ്യാധികളോ ഒന്നും ഇല്ലാതെ കർത്താവ് സൂക്ഷിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. കർത്താവ് ജനത്തിന്റെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുവാൻ കർത്താവ് എവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സംസ്കൃത കേന്ദ്ര ഗവൺമെന്റുകൾ അവർ പരിമിതിക്കകത്തുനിന്ന് പ്രവർത്തിക്കുമ്പോൾ പരിമിതി കൂടാതെ പ്രവർത്തിക്കുന്ന യേശു കർത്താവിന്റെ കരങ്ങളിൽ കർത്താവ് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പാഞ്ഞിട്ട് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വാർദ്ധക്യത്തിലും നിരാലം വൃത്തരക്ഷണ യാചകർ ഓർഫനേജിൽ യുവൽക്കും തടവറയിലായിരിക്കുന്നവർ അവരെല്ലാം ഞങ്ങൾ പ്രാർത്ഥി കർത്താവ് ഒരു നേരത്തെ തലയപ്പടവില്ലാതെ വഴിയോരങ്ങൾ അഭയം പ്രാപിക്കുന്നവരുണ്ട്. അവരെയും കർത്താവ് സൂക്ഷിക്കണമേ. അനവധി കർത്താവി വളർത്തു മൃഗങ്ങൾ കർത്താവി കർത്താവി ദുരിതം നഷ്ടപ്പെട്ടു അല്ലേറിയ കർത്താവിന്റെ എല്ലാ നല്ല സങ്കടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, ആരോട് പറയും, എങ്ങനെ മുന്നോട്ട് പോകും, എവിടെ തലയായി എവിടെ കിടക്കും എല്ലാവരും എന്നൊക്കെ ഓർത്ത് മനസ്സ് പതറിയിരിക്കുന്ന അനവധി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കർത്താവി സൂക്ഷിക്കണമേ. എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനം കർത്താവി ഒന്നിച്ച് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ കഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന ജനത്തിന് വേണ്ടി കർത്താവി കടലിലൂടെ പ്രാർത്ഥിക്കുവാൻ കഷ്ടമനുഭവിക്കുന്നതിന് വലിയ കർത്താവി ഫണ്ടുകൾ ഈ ദിവസം ഉണ്ടാകുവാൻ മുൻകാലങ്ങളിലൊക്കെ അനേക വിദേശ ഫണ്ടുകളും കർത്താവി സ്തോത്രം അല്ലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അനേക പണങ്ങൾ വന്നെങ്കിലും അതെല്ലാം കർത്താവി ചെലവഴിക്കാൻ കഴിയാതെ മറ്റു പല കാര്യം വക നീക്കി ചെലവഴിച്ചപ്പോൾ അത് മുഖാന്തരം കഷ്ടത്തിലായിരിക്കുന്ന ജനങ്ങളുണ്ട്. കർത്താവി ഈ കെടുതിയിൽ അങ്ങനെയൊന്നും വരാതെ എല്ലാവർക്കും കർത്താവി വാക്കുകൾ ഒതുങ്ങാതെ എല്ലാവരെയും പുനരധിവസിപ്പിക്കുവാൻ വീണ്ടും എല്ലാം നടപടി സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ കർത്താവി വിടുതലിനായിട്ടും പ്രാർത്ഥിക്കുകയാണ്. കടതീരിന്റെ നടിയുടെ കടന്നു പോകുന്ന ജനത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന മത സാമൂഹ്യ സംസ്കാര ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റുകൾ എഞ്ചിനീയർമാർ എല്ലാവരും പ്രാർത്ഥന ജീവിതത്തിൽ മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിയുടെ ജില്ലാ കളക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ശാപകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി ഈ ദുരന്ത നിവാരണ വേലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പേരും ദൈവകൃപക്കണമേ. അനർത്ഥങ്ങളോ വ്യസനങ്ങളോ മരണങ്ങളോ അപകടങ്ങളോ ഒന്നും ഇല്ലാതെ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കാനായി യേശു കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് വലിയ പ്രളയം, വളരെ ദുരന്തങ്ങൾ ഉണ്ടായി, വലിയ നാശനഷ്ടം, അനേക ജീവിതങ്ങൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ മരണപ്പെട്ട് കർത്താവ് ഞങ്ങളുടെ ഭാരതം മുഴുവൻ ദുരന്തത്തിലൂടെ പ്രളയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കർത്താവ് നാളുകളായി ഇവിടെ കേരളത്തിലും ഭാരതത്തിലും നേരിടുന്ന എല്ലാ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളുടെ കേരളത്തെ ഭാരതത്തെ വിടിവിക്കണമേ. ലോകരാജ്യങ്ങളിൽ കർത്താവി ചൈനയടക്കം അനേക സ്ഥലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ കർത്താവി കഴിഞ്ഞ ദിവസം വലിയ പ്രളയങ്ങളും കെടുതികളും ഉണ്ടായത് മുഖാന്തരം കർത്താവ് വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ വീരി ഞങ്ങൾ ദൈവത്തിന് കരം പ്രവർത്തിപ്പാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. 29 സംസ്ഥാനങ്ങളിൽ സൂക്ഷിക്കണമേ. 145 കോടി ജനത്തെ സൂക്ഷിക്കണമേ. എണ്ണത്തിൽ പെടാത്തവരെ സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർത്താവി കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികളോട് ദൈവം ഇടപെടുവാൻ എല്ലാ മേഖലയിലായിരിക്കും ദൈവം ഇടപെടാനായി പ്രാർത്ഥിക്കുന്ന. അല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവേ, ജനം ഉണർന്ന് പ്രവർത്തിക്കുന്നതായി ജനം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ആ ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ദേശത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ദേശം മുഴുവൻ മാലിന്യത കൊണ്ട് നിറയപ്പെട്ടു മദ്യവും മയക്കുമരുന്നും പഞ്ച ലഹരി പദാർത്ഥങ്ങളും സകല ചൂതാട്ടങ്ങളും സകല ജടികമായ ആചാര അനുഷ്ഠാനങ്ങളും കർത്താവ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം കർത്താവ് അത് ദൈവകോപത്തിന് കാരണമാകുമ്പോൾ ഇന്ന് പകൽ കർത്താവ് അതിലേക്ക് കർത്താവ് ജനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ എല്ലാ മതങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ പേരിലും തമ്മിലടിച്ച് കലഹിച്ച് ആമീൻ രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ഈ കാലഘട്ടത്തിൽ ജനം ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ചു നിന്ന് കർത്താവ് ഈ പ്രളയത്തെ നേരിടുവാൻ നല്ലൊരു ജനത്തിന് കൃപ കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവി പ്രളയ മുഖാന്തരം വളരെ ദാരിദ്ര്യങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ആമയൊക്കെ അനുഭവിക്കുന്ന കർത്താവി വളരെ വിലക്കയറ്റം എല്ലാ സാധനം കർത്താവി തിരിയുന്ന വില ആമി നിറയപ്പെടും കർത്താവി അത് സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമേ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർത്താവി എല്ലാ വാഗത്താൻ ട്രാൻസ്പോർട്ട് മേഖലയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് എല്ലാ വ്യാപാര മേഖലയിലും ദൈവത്തിന്റെ കരം നിവർത്തിക്കണമേ പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിന് ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നു പോയിരിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവം സൂക്ഷിക്കും പരിപാലിക്കുകയും ചെയ്യണം. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശത്രുവിന്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ യേശുവിരുക്കുന്ന ദൈവമേ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്യണമേ, നീതി വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കേരളത്തിന് വേണ്ടി ഭാരത ലോക രാജ്യങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ ദൈവിക സാന്നിധ്യം വഹിക്കുവാൻ ജനങ്ങളുടെ അകൃത്യങ്ങൾ വിടുവിക്കണമേ, സമാധാനം കൊടുക്കണമേ. കർത്താവ് എല്ലാ മേഖലയിലും സാധാരണതയിലേക്ക് വരുവാൻ, എല്ലാ കുടുംബങ്ങളും കർത്താവ് സ്വസ്ഥമായി തീരുവാൻ, എല്ലാ വ്യക്തികളും സ്വസ്ഥമായി തീരുവാൻ, എല്ലാവർക്കും അവരുടെ സ്വന്തം ഭവനിലേക്ക് മടങ്ങിയിടുവാണ്ടേകണമേ. എല്ലാ ഭവനങ്ങളിലും അടിച്ചുവാരി കർത്താവ് ക്ലീൻ ചെയ്യുന്ന വലിയ ഭാരമാണ്. എല്ലാ കടകമ്പോളങ്ങൾ കർത്താവ് വലിയ ഭാരിച്ച നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് കർത്താവ് വീണ്ടും നഷ്ടപരിഹാരം കൊടുക്കുവാൻ കർത്താവ് സംസ്ഥാന ഗവൺമെന്റുകളെ വിവിധ സന്നദ്ധ സംഘടനകളെ വിവിധ രാജ്യങ്ങളുടെ സഹായങ്ങളെല്ലാം കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലുള്ള ഒരു കീഴട കേരളത്തിന്റെ സഹായത്തിനായി കർത്താവ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വലിയൊരു സംഭാവന ചെയ്യപ്പെടുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന് മേലും നീതി വെളുക്കണമേ. ഈ സമയത്ത് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, മുഖം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, പണം പാരമ്പര്യം നോക്കാതെ മനുഷ്യൻ ഒന്നിച്ചു നിൽക്കുവാൻ, ഈ പ്രളയത്തെ നേരിടുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ കേരളത്തിനും ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിഭാസത്തെ, പ്രകൃതിയുടെ മാറ്റത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിലൂടെയും ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, പ്രകൃതിയുമേൽ അധികാരമുള്ള നല്ല ദൈവമേ, ജനത്തോട് ദൈവം കരുണ കാണിക്കണം, മനസ്സിന് ദയ തോന്നണമേ. വിവിധ കർഷകരുടെ കടന്നുപോകുന്ന അനുഭൂതി ജീവിതങ്ങളുണ്ടല്ലോ, അവർക്കെല്ലാം ആശ്വാസം സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണല്ലോ. ജീവിതത്തിൽ രാശിയും സങ്കടത്തിനും ഇനി എന്ത് ചെയ്യണമെന്ന് കഴിയാതെ വളരെ ഭാരപ്പെടുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിവിധ യുവാക്കന്മാരെ, യൗവനക്കാരെ, വാർദ്ധക്യ മാതാപിതാക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടൊന്നും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ ഞങ്ങളുടെ പ്രവർത്തികളൊന്നും ആശ്വസിപ്പിക്കാൻ എല്ലാം നഷ്ടപ്പെട്ടവർ, വളരെ നിരാശയും മരിച്ചാൽ മതി എന്നുള്ള ചിന്തയുടെ കടന്നു പോകുന്ന അനുഭവത്തിയ ആളുകൾ കർത്താവി അവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു, അവരുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവി നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂടിയാണ് സംസ്ഥാന കർത്താവ് കേന്ദ്ര ഗവൺമെന്റിനോട് ഇടപെടണമേ. എത്രയും പെട്ടെന്ന് കർത്താവിന്റെ പരിഹാരം ഉണ്ടാകുവാൻ വർദ്ധിച്ച പോലെ വാക്കുകളിലോ പേപ്പറുകളിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ ഫോട്ടോയ്ക്ക് മുമ്പിലോ ഒതുങ്ങിപ്പോകാതെ കർത്താവി അവർക്ക് വേണ്ടി എല്ലാ നന്മകളും നിറച്ച് അനുഗ്രഹിപ്പാൻ, അവരുടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ കർത്താവിഞ്ഞയുടെ കേരളത്തിലെയും ഭാരതത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം ഈ ഒരു കരം വെളിപ്പെടണമേ. എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ, എല്ലാ രാജകത്വങ്ങളും മാറട്ടെ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി കർത്താവ് കേരളത്തിൽ ഭാരതത്തിൽ ആമിയൊക്കെ കർത്താവ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വലിയ പഠനം തന്നെ നടത്തിയിട്ടും അതിന് വേണ്ട ശാശ്വത പരിഹാരം എടുക്കാൻ കഴിയാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവ് മാറി നിൽക്കുമ്പോൾ അതിന് തീരുമാനം ഉണ്ടാകും. എല്ലാ നദികളും പുഴകളും മണൽ കൊണ്ട് നിറയപ്പെട്ട് വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കഴിയാതെ കർത്താവ് മഴ പെയ്താൽ വെള്ളമെല്ലാം കരയിൽ കരകവിഞ്ഞ് ഒഴുകുന്ന അനുഭവങ്ങൾ, എല്ലാ തോടുകളും പുഴകളും ആറുകളും നദികളും കിടക്കുന്ന മണലുകൾ വാരി കർത്താവ് എല്ലാത്തിനും ആഴമുണ്ടാക്കുവാനും വല്ലൊരിയ വെള്ളം കർത്താവ് മഴ പെയ്യുമ്പോൾ ഉൾപ്പെട്ട് വരുമ്പോൾ വെള്ളം സാധാരണ കർത്താവ് നദിയിലൂടെ ഒഴുകിപ്പോകത്തക്ക നിലയിൽ അതിന് പരിഹാരം വരെ പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ, അതിന് തടസ്സമായി നിൽക്കുന്ന മണൽവാന്റെ തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തികളെല്ലാം ദൈവം സന്ദർശിക്കണമേ. അല്ലെങ്കിൽ കർത്താവ് എത്രയും പെട്ടെന്ന് പുഴകളെല്ലാം വിശാലമാക്കി ആഴമാക്കി തീർക്കുവാൻ കർത്താവ് ഇനി ഒരു ദുരന്തം നേരിടുവാൻ കേരള ജനതയ്ക്ക് കഴിയില്ല. കർത്താവ് ഭാരതത്തിന് കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തിന് ഒരു ദുരന്തത്തെ നേരിടുവാൻ കഴിയില്ല. കർത്താവ് അതിന്മേൽ ദൈവത്തിന്റെ നീതികളും എത്രയും പെട്ടെന്ന് പുഴകളുടെ മണലുകൾക്ക് നീക്കം ചെയ്യുവാൻ അതിനൊക്കെ ആഴം വർദ്ധിപ്പിച്ചു കൂട്ടും അധികാരികൾ കർത്താവ് ദൈവാത്മാവ് ഇടപെടണമേ.
കാലതാമസം വരാതെ എല്ലാം കൃത്യമായി ചെയ്തെടുപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. അല്ലൊരിയ രാഷ്ട്രീയക്കാർ തമ്മിൽ കിടന്ന് കളിക്കാതെ, ആമി കഥാവി മതങ്ങൾ തമ്മിൽ കിടന്ന് കളിക്കാതെ, അഭിപ്രായ വ്യത്യാസം ഇപ്പം പകപോക്കിൽ നടത്താതെ എല്ലാ വിഷയത്തിനും കർത്താവിൽ സമാധാനം ഉണ്ടാകും പ്രാർത്ഥിക്കുകയാണ്. കർത്താവി പൊതുജനം ഉണർന്ന് പ്രവർത്തിക്കണമായി പ്രാർത്ഥിക്കുന്ന പരസ്പരം കർത്താവി കരുതുവാൻ കുറവ് കൊടുക്കണമേ. അനേക ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളിലും പള്ളികളിലും ഭവനങ്ങളിലും ആമി വിവിധ കർത്താവ് ഓഡിറ്റോറിയങ്ങളൊക്കെ ആയിരിക്കുന്നവരുടെ എല്ലാ മേഖലയിലും അവരുടേതായ സഹായം എത്രയും പെട്ടെന്ന് ഉണ്ടാകുക, എത്രയും പെട്ടെന്ന് സഹായം എത്തിച്ചു കൊടുക്കുവാൻ ഗവൺമെന്റുകളെ, സന്നദ്ധ സംഘടനകൾ, അധികാരികളെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ പ്രവർത്തിക്കുന്ന കർത്താവി ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ചെല്ലുന്ന സാധനങ്ങൾ, അവിടേക്ക് വരുന്ന വരുമാനങ്ങൾ, അതിനകത്ത് കർത്താവി മറ്റാരും കൈകടത്താതെ അതെല്ലാം സത്യസന്ധമായി ചെയ്യുവാൻ ജനത്തിന്റെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ കർത്താവി സത്യസന്ധമായും ആമി നിഷ്കളങ്കമായി ഓരോ സമയം പ്രവർത്തിച്ചെതിർപ്പാൻ അല്ലേറിയ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കേരളത്തിൽ സമാധാനം അയക്കണമേ, പ്രകൃതിക്കൊരു മാറ്റം നൽകണമേ, മഴയ്ക്കൊരു മാറ്റം നൽകണമേ, സമാധാനത്തോടെ ജനം ഉറങ്ങുവാൻ കുറവ് കൊടുക്കണമേ. എല്ലാവരും വളരെ ഭാരത്തിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന കർത്താവി അതിന്റെ നടുവിൽ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശു കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു കൂടി കേരളത്തെയും ഭാരതത്തെയും ലോക രാജ്യങ്ങളെയും ഓർക്കുന്നു. എല്ലാ പ്രളയബാധിത മേഖലകളെയും എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് കേരളത്തെയും ഭാരതത്തെയും സമയത്ത് ഓർക്കുന്നു. സകലത്തിന്റെ പേര് ദൈവനീതി വെളിപ്പെടണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.